നോക്കാം. നാലാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ ഒന്നാമത്തെ സെക്ഷനായ ചാൻസസ് ആസ് നമ്പേഴ്സിലെ എക്സസൈസ് 1 പേജ് നമ്പർ 74, 75. രാഗേന്ദു എഴുന്നേറ്റിട്ട് ഒന്നാമത്തെ ചോദ്യം വായിച്ചാട്ടെ. നിർത്ത് ഓരോന്നായിട്ട് വായിക്കാം. എന്താ ചോദ്യത്തിനർത്ഥം? എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. അർത്ഥം ഒരു ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട്? 6 ബ്ലാക്ക്, 6 എണ്ണം കറുത്തത്, 4 എണ്ണം വെളുത്തത്. എന്തുവാ? ബോള്, പന്തുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. ഇനി രാഗേന്ദു നമ്മൾ എന്തോ ചെയ്യേണ്ടത്? ഇഫ് എ ബോൾ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ്, ഇതിനകത്ത് നിന്ന് എന്തെടുക്കണം? ഒരു ബോൾ എടുക്കണം. എടുത്താൽ അങ്ങനാണെങ്കിൽ അത് ബ്ലാക്ക് ആകാനുള്ള, കറുത്തതാകാനുള്ള പ്രോബബിലിറ്റി, സാധ്യത എന്താണ്? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ്, അത് വെളുത്തതാകാനുള്ള സാധ്യത എന്താണ്? ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ഇരിക്കും. നമ്മൾ സാധാരണ എഴുതുന്ന സ്റ്റെപ്പുകൾ. ബോക്സ് അങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്, കറുത്ത പന്തുകളുടെ എണ്ണം ഇത് പറയാനാണ് 6. നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്, വെളുത്ത പന്തുകളുടെ എണ്ണം 4. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ആകെ പന്തുകളുടെ എണ്ണം 10. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ, കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത പറഞ്ഞാട്ടെ. 6 എങ്ങനെയാണ് ഈ 6/10 എഴുതിയതിന്റെ ഐഡിയ ഒന്ന് പറഞ്ഞാട്ടെ. ടോട്ടല് ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എഴുതി. എന്നിട്ട് അതിൽ ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ എണ്ണം ന്യൂമറേറ്ററിൽ, അംശത്തിൽ എഴുതി. കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത പറഞ്ഞാട്ടെ, രണ്ടാമത്തെ ആൻസർ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബീഡ്, വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത സമം 4 എങ്ങനെ കിട്ടി? 4/10. ആകെ 10 എണ്ണം. അതിൽ 4 എണ്ണം എന്താണ്? വൈറ്റ്. അപ്പൊ വൈറ്റ് കിട്ടാനുള്ള സാധ്യത, വെളുത്തത് കിട്ടാനുള്ള സാധ്യത 4/10. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. ചോദ്യവും ഉത്തരവും വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അർത്ഥം പറയൂ. 3 ചുവന്ന പന്തുകൾ പറഞ്ഞോ? 3 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പന്ത്? എത്ര എണ്ണം? 10. എന്നിട്ട് അപ്പൊ അനദർ കണ്ടെയ്ൻ എന്ന് വെച്ചാൽ വേറെ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിനകത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? 8 റെഡ് ബോൾസ്, 8 ചുവന്ന പന്തുകൾ, 7 ഗ്രീൻ ബോൾ, 7 പച്ചപ്പന്തുകൾ. ടോട്ടൽ എത്ര എണ്ണം? 15 എണ്ണം. എത്ര എണ്ണം? 15. ഇനി എന്തോ ചെയ്യണ്ടേ? If a ball is drawn from the first bag, അങ്ങനല്ലേ ചോദ്യം? അല്ല, ഒരു സെക്കൻഡ്. എന്താണ് ടെക്സ്റ്റിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ? If a ball is drawn from the first bag, what is the probability that? അപ്പൊ അത് തന്നെയാണ് കൊച്ചു പഴയ പുസ്തകം എഴുതിയേക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ് ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദി ഫസ്റ്റ് ബാഗ്? രണ്ടും തന്നെയാണല്ലോ. ബോർഡിലേക്ക് നോക്കാം. ഇതിന് സാറിയിക്കൂ. ഒന്നാമത്തെ ബാഗിൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കും. എടുത്ത ബോള് എന്താകാനുള്ള സാധ്യത? റെഡ് ആകാനുള്ള, ചുവപ്പാകാനുള്ള സാധ്യത എന്ത്? സാധാരണ പറയുന്ന പോലെ പറഞ്ഞാട്ട സ്റ്റെപ്പ് എല്ലാവരും ബോർഡ് നോക്കി പറഞ്ഞാൽ മതി. സ്റ്റെപ്പ് പറഞ്ഞു.
പറയടേ. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ആകെ പന്തുകളുടെ എണ്ണം 10. നമ്പർ ഓഫ് റെഡ് ബോൾസ്, ചുവന്ന പന്തുകളുടെ എണ്ണം 3. നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ്, പച്ചപ്പന്തുകളുടെ എണ്ണം 7. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ, ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3/10, 3/10. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എന്താണ് ഇതിനെ രണ്ടാമത്തെ ചോദ്യം? അത്രേ ഉള്ളു ചോദ്യം. ഫ്രം ദ സെക്കൻഡ് ബാഗ് എന്ന് വെച്ചാൽ അർത്ഥം അല്ലാതെ ഫുൾ ക്വസ്റ്റ്യൻ ഉണ്ട്. അത്രേ ഉള്ളു ചോദ്യം. പക്ഷെ അതൊരു ഫുൾ ക്വസ്റ്റ്യനാ. രണ്ടാമത്തെ ബാഗിൽ നിന്ന് ഇതുപോലെ ഒരു ബോൾ എടുത്താൽ അതെന്താകാനുള്ള പ്രോബബിലിറ്റി? റെഡ് ആകാനുള്ള പ്രോബബിലിറ്റി, ചുവന്നതാകാനുള്ള സാധ്യത. പറഞ്ഞാൽ എത്ര വരും? എത്ര വരും? 8/. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇനി എന്തോ ഇതിനെ തേർഡ് ക്വസ്റ്റ്യൻ. If a ball is drawn from this, what is the probability that it is red? ഇനി ചെയ്ത പരിപാടി, ഈ രണ്ട് ബാഗിനകത്തിൽ കിടന്ന ബോളൂടെ എടുത്ത് നമ്മൾ ഒരൊറ്റ ബാഗിനകത്ത് ഇടും. അങ്ങനെ ഇടുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരും? റെഡ് എത്ര എണ്ണമാകും? 3 + 8 = 11. ഗ്രീനോ പച്ചയോ? 7 + 7 = 14. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം? ടോട്ടല് 25. ഇനി ബാക്കി വായിച്ചാട്ടെ. ദ ബോൾസ് ഇൻ ബോത്ത് ബാഗ്സ് ആർ പുട്ട് ടുഗദർ ഇൻ എ സിംഗിൾ ബാഗ്. ബാഗ് റെഡി ആയല്ലോ. ഇനി എന്തോ ചോദ്യം? ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദിസ്, ഇതിനകത്ത് നമ്മൾ എന്തെടുക്കുന്നു? ഒരു ബോൾ എടുക്കും. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്? അതെന്താകാനുള്ള പ്രോബബിലിറ്റി? റെഡ്, ചുവന്നതാകാനുള്ള പ്രോബബിലിറ്റി, സാധ്യത എന്താണ്? പറഞ്ഞാട്ടെ. 11/25, 11/25. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതിന്റെ 3 സബ് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡ്. A bag contains 3 red beads and 7 green beads. എന്ന് വെച്ചാൽ ഒരു ബാഗിനകത്ത് എന്തൊക്കെയുണ്ട്? 3 ചുവന്ന മുത്തുകളും 7 പച്ച മുത്തുകളും ഉണ്ട്. ഓക്കെ, അടുത്തത്. അനന്യ, another contains 1 more of each എന്ന് വെച്ചാൽ അതിനകത്തിലുള്ള റെഡിന്റെയും ഗ്രീനിന്റെയും എണ്ണം ആദ്യത്തേതിനേക്കാൾ 1 കൂടുതലാണ്. അപ്പൊ അവിടെ റെഡ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഗ്രീൻ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 10. ഇവിടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 12. ഇവിടെ വരെ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ശരി, ഇനി എന്തോ ചെയ്യണേ? The probability of getting a red from which bag is greater? ഇരിക്കും. ഇതിലെ ഏത് ബാഗിൽ നിന്നാണ് റെഡ് ബീഡ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ? ബുക്കടച്ച് വെച്ച എല്ലാവരും. അത് നമ്മൾ 2 ബോക്സ് ഒക്കെ വരയ്ക്കുന്നു. ബോക്സിലുള്ള ബാഗ് അല്ലയോ? ബാഗ് 1, ബാഗ് 2. ഇനി പറഞ്ഞാട്ടെ. ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബീഡ് അഥവാ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 3/. രണ്ടാമത്തേതിൽ നിന്ന് അപ്പൊ രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബീഡ് അഥവാ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര? 4/. ഇതിലെ ഏത് ബാഗിൽ നിന്നാണ് റെഡ് ബീഡ് അഥവാ ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ എന്നല്ലേ ചോദ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് വലുത്, ഏതാണ് ചെറുതെന്നറിയണം. ഞാൻ 2 മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മെത്തേഡ് എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആക്കും.
3/10 എടുത്തെഴുതി. ഡിനോമിനേറ്റർ സെയിം ആക്കാനുള്ള മാർഗം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു 12 കൊണ്ട് ഗുണിക്കുക. 12 എവിടെ കിട്ടി? രണ്ടാമത്തെ ഫ്രാക്ഷന്റെ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ ചേരം. പറഞ്ഞാട്ടെ, 3 into 12 divided by 10 into 12. 3 into 12 36. 10 into 12 120. ബുദ്ധിമുട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ എടുത്തെഴുതി 4/12 4/12 എത്ര കൊണ്ട് ഗുണിക്കാം? എത്ര കൊണ്ട് ഗുണിക്കാം? 10 കൊണ്ട്. പറഞ്ഞാട്ടെ, 4 into 10 divided by 12 into 10. 4 into 10 40 divided by 12 into 10 120. 36 divided by 120യും 40 divided by 120. ആരാണ് വലുത്, ആരാണ് ചെറുത്? 40 divided by 120 ആണ് വലുത്. 36 divided by 120 ചെറുതാണ്. ഈ 36 by 120 ആരാ? 3/10. ലെസ് ദാൻ ചെറുതാണ് 40 by 120. 4 ഈ 4/12 എന്തുവായിരുന്നു? രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബീഡ് അഥവാ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യതയാണ്. അതെന്താണ് രാഗേന്ദു? കൂടുതലാണ്. ആരേക്കാൾ? 3/10. 3/10 എന്തുവാ? ആദ്യത്തേതിനകത്തിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബോലിറ്റിയേക്കാൾ കൂടുതലാണ്. അപ്പൊ എവിടാ പ്രോബോലിറ്റി കൂടുതൽ? രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.